ജഗദീഷ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മൈഡർ കുട്ടിച്ചാത്തനാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ. അതിൽ അഭിനയിച്ച വയസ്സുകാരൻ ബാലൻ. അപ്പൊ അങ്ങനെ സ്വന്തമാരെ കൂട്ടിക്കൂട്ടിട്ട് ഇപ്പൊ നടക്കാൻ പല എങ്കിലും ഒരു ആസ്ഥാനം എന്താന്നുള്ള രീതിയിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ടിപ്പു സുൽത്താനുമായിട്ടാണ്. ടിപ്പു സുൽത്താൻ അങ്ങനെ ആരും ഇല്ലല്ലോ, ഹൈദരാലിയെ പറഞ്ഞു. എനിക്ക് ഇത്രയും അറിയാവുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഞാനും ജോണിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇതേപോലെ വരുമ്പോ ഇതേപോലുള്ള വിഷയങ്ങൾ സംസാരം ഉണ്ടാവും. സീനിൽ തന്നെ എല്ലാ ഡയലോഗും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ജഗദീഷ്. ഇവിടെ ഇവർക്ക് എന്തായാലും കൊടുത്ത പണത്തിന്റെ ഹുങ്ക് കൊണ്ട് വിവരക്കേടുണ്ട്. ഏറ്റവും ആപ്റ്റ് ജോണി തന്നെ. ഐശ്വര്യപ്പെട്ടെന്ന് ദൈവമേ കാണാതിരിക്കട്ടെ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഒറ്റയ്ക്കായിട്ട് അനുഭവിക്കുന്ന അഭിനയിക്കുന്ന. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. സന്തോഷം, ഒത്തിരി സന്തോഷം. ചേട്ടാ ഓക്കെ, ആ ഡയലോഗിൽ തന്നെ എല്ലാം ഉണ്ട്. അതെ, നീ പിന്നെ ഒന്നും സന്തോഷമാണ്. നല്ലൊരു ടീമിന്റെ കൂടെ ഇരിക്കല്ലേ. ജോണി ആന്റണി, ഷറഫുദ്ദീൻ, ഐശ്വര്യ ലക്ഷ്മി ആൻഡ് ജഗദീഷ്. ഇപ്പൊ ഓക്കെ. എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഹലോ മമ്മി അല്ലേ? ഞാൻ ആ ട്രെയിലർ കണ്ടു. അപ്പോൾ എനിക്ക് അച്ഛനും മോനും, അച്ഛനും മോളും കണ്ടിരുന്നു. ഗംഭീരമാണ്. ഇനി റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ജോണി ചേട്ടാ? ജോണി ചേട്ടൻ ഒരു ഇപ്പോൾ പ്രായത്തിലല്ലാണ്ട് ജോണി ചേട്ടൻ കണ്ട ഇരിപ്പിലും പക്വതയിലും ഞാൻ ജോണി ചേട്ടനിലേക്ക് പോയതാണ്. ഓക്കെ, ഇവിടെ പിടിക്കും ഹൈദരാലി എന്നുള്ള പടത്തെ കുറിച്ചാണോ? ആ പടത്തെക്കുറിച്ച് അല്ല, വേറെയിലേക്ക് നമുക്ക് പോകാൻ കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഹലോ മമ്മി ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയാൽ നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു പടമാണ്. കാരണം സിറ്റുവേഷൻ കോമഡി ഉണ്ട്, വെർബൽ ഹ്യൂമറുണ്ട്, സ്ലാപ്സ്റ്റിക് ഉണ്ട്. കുറേ കാലത്തിന് ശേഷം എനിക്ക് നമ്മുടെ ഹൊറർ ബാക്ക്ഗ്രൗണ്ടുണ്ട്. അപ്പോൾ എക്കാലത്തും മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും ഒരു മൊത്തത്തിലൊരു പശ്ചാത്തലം എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വലിയ വിജയസാധ്യതയുണ്ട്. പിന്നെ അത്യാവശ്യം ഹ്യൂമർ നന്നായി ചെയ്യുന്നുണ്ട്. ഷറഫും ഐശ്വര്യയും ജഗദീഷ് ചേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പം അതായത് എല്ലാ തലമുറയിലെ ആളുകളുണ്ട്. അത് നല്ല ഒരു വർക്കായിരിക്കും. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അല്ല, നമുക്ക് സിനിമകൾ ഓരോന്ന് ചെയ്യുമ്പോഴും പ്രതീക്ഷ വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. പ്രേക്ഷകർ അതനുസരിച്ച് വിധി എഴുതുന്നുണ്ട്. നിങ്ങൾ അച്ഛൻ മോൻ, ഞാനിപ്പോൾ ട്രെയിലർ കണ്ടപ്പം അച്ഛനാണോ അടി ഉണ്ടാക്കാൻ പോകണം, മോനാണ് അടി ഉണ്ടാക്കാൻ പോകണം? സിനിമ ഉണ്ടായാലും നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അച്ഛനൊന്ന് ഒതുങ്ങുമ്പോൾ മോൻ പോവും, മോനൊന്ന് ഒതുങ്ങുമ്പോൾ അച്ഛൻ പോവും. എന്താ അലമ്പാ നിങ്ങൾ അച്ഛനും മോനും? അല്ല, തീർച്ചയായിട്ടും കാര്യം ഞാൻ ഷറഫുദ്ദീൻ്റെ അച്ഛനാണ്. അത് വിടാൻ പറ്റില്ല. തീർച്ചയായിട്ടും ആ സ്റ്റാൻഡേർഡിലേക്ക് വേണം ഞാൻ. അപ്പം എനിക്കങ്ങനെ മക്കളാരായാലും അവർക്കൊപ്പം എത്തുക എന്നുള്ളതാണ്. ഞങ്ങൾ അച്ഛനും മോനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. തോൽവി വെബ്സിൽ അഭിനയിച്ചു. ഇത് രണ്ടാമത്തെയാണ്. പക്ഷെ അതിൽ അച്ഛനും മോനും അല്ലാട്ടെ അതിനകത്ത്. അല്ല, ഇതില് ഞാൻ പ്രൊഫസറാണ്. അപ്പൊ പക്ഷെ എന്നെക്കാളും കാശുകാരനാണ് ജോണി. അത് മനസ്സിലായി. ജോണി എന്നെക്കാളും കാശുകാരനാണ് റിയൽ ലൈഫിലെ പോലെ തന്നെ. അപ്പൊ അതേപോലെ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഐശ്വര്യ ലക്ഷ്മി ചോദ്യം ചെയ്തില്ലല്ലോ, സത്യമാണെന്നാണ്. ജഗദീഷ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മൈഡർ കുട്ടിച്ചാത്തനാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ. അതിൽ അഭിനയിച്ച വയസ്സുകാരൻ ബാലൻസ്. അതുകൊണ്ട് 1 രൂപ ചെലവായിട്ടില്ല. അല്ല, വേറെ ശരി, അത് പറയുമ്പോ ചോദിച്ചോട്ടെ, ഇതുവരെ ഒരു പ്രൊഡ്യൂസർക്കെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടോ? കാരണം അതിന്റെ ആവശ്യം വരികയല്ല. കാരണം എന്താ അറിയോ, പരാതി അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫുൾ കാശ് മേടിച്ചിരിക്കും. അതിന്റെ അവസരം കിട്ടുന്നത് പ്രൊഡ്യൂസർക്ക് മേടിച്ചപ്പോഴും എന്ന് വെക്കുന്ന ഒരവസ്ഥയാണ്. അറിയില്ല. ആദ്യം ജഗദീഷ് ചേട്ടൻ ഏറ്റവും കമ്പനിയാകുന്ന സെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അസിസ്റ്റന്റായിട്ടാണ് ആലപ്പുഴയിലേക്ക് അറിയുന്നത്. ക്യാഷ് ഭയങ്കര നമ്മളവർക്ക് ഇവര് ഒന്നിച്ച് പഠിച്ചാണോ എന്നൊക്കെ തോന്നും. പിന്നെ ഈ ടീ ഉണ്ടാക്കുന്ന മാസ്റ്റർ ഉണ്ട്, ചായ, അയാളെ പ്രൊഡക്ഷനിലെ ആരാണോ ഒരു കറക്റ്റ് സമയത്ത് കിട്ടണം വിളിക്കുന്നതായിട്ട് തോന്നും. എന്തോ മോനോ മരുമോനോ തുളസി ഇതൊക്കെ വിളിക്കുന്നുണ്ട്. തുളസിന്റെ വിരലുണ്ട് അല്ലേ? തുളസിയായിട്ട് അത് പറഞ്ഞ കറക്റ്റാണ്. പ്രൊഡക്ഷൻ ബോയ്സ് അങ്ങനെയുള്ളവർ ആയിട്ടെല്ലാം നല്ല അടുപ്പമാണ്. ഈ ഞാൻ പറയാം, ഞാൻ ഈ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ മോണിറ്റർ ഉണ്ടല്ലോ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെന്ന് എങ്ങനെയായിരുന്നു എന്ന് മോണിറ്ററിൽ ചെന്ന് നോക്കും. അത് തെറ്റല്ല, തീർച്ചയായിട്ടും നോക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഞാൻ നോക്കാറില്ല.
ഞാൻ അതിന് വരെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ അസിസ്റ്റൻസ്, ലൈറ്റ്മെൻ, പ്രൊഡക്ഷൻ ബോയ്സ് ഇവരെല്ലാം ഈ സീൻ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ പതുക്കെ അവരുടെ അടുത്ത് നിൽക്കും, ഇങ്ങനെ ഉണ്ടായിരുന്നു. അവരുടെ അഭിപ്രായം എനിക്ക് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മോണിറ്ററിൽ നോക്കിയാൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് അല്ലേ എനിക്ക് കിട്ടുക. അതിനേക്കാളും ബാക്കിയുള്ളവർ എങ്ങനെയാണ്, പ്രേക്ഷകനാണ്. അവിടുത്തെ ഓരോരുത്തരും പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ അടുത്ത് ഉൾപ്പെടെ ഞാൻ ചെന്ന് അഭിപ്രായം ചോദിക്കും. ഇവരായിട്ട് റാപ്പോർട്ട്. ഈ ബാക്കി ക്യാഷ്യറിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞുകൊണ്ടില്ല, പലപ്പോഴും ഈ ഷൂട്ടിംഗ് വരെ വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഫണ്ട്സൊക്കെ വളരെ പരിമിതമായിരുന്നു. ഷൂട്ടിംഗ് തീർക്കുന്നവരെ പരമാവധി ഞാൻ മാത്രമല്ല എല്ലാവരും സഹകരിച്ച് ഡബിങ് സമയത്ത് പോലും വിട്ടുവീഴ്ച ചെയ്താണ് പലപ്പോഴും പടം ഇറങ്ങാറുള്ളത്. ഇപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു റാപ്പോർട്ട് അനുസരിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒരു കാലത്തും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. ഇപ്പൊ തമാശക്കപ്പുറം ഞാൻ പറയാം എന്ന് കരുതി എനിക്ക് ഒരു പരിഭവവും ഇല്ല. ഞാൻ സംതൃപ്തി കിട്ടാനുമില്ല, അവിടെ പറഞ്ഞു പോട്ടെ. കിട്ടാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊക്കെ എൻ്റെ കയ്യിലും കുറച്ച് മുടങ്ങിയ ചെക്കുകളൊക്കെ ഉണ്ട്. ആ മുടങ്ങിയ ചെക്കുകളൊന്നും മനഃപൂർവ്വം അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കുകയോ ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു കൺഫ്രണ്ടേഷൻ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ സിനിമയിലേക്ക് വരാണെങ്കിൽ ഞാൻ റിയൽ ലൈഫിലെ പൈസ ഞാൻ ജഗദീശനായിട്ട് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു. അന്നും ജഗദീശൻ പറഞ്ഞു എന്റെ ജഗദീശനെ കുറിച്ച് പറയാം, ഇത്രയും നാളത്തെ എന്റെ ലൈഫിൽ ഒരു പ്രൊഡ്യൂസർക്കുമായിട്ടും ശമ്പളത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അറിയാവോ? ഇതിങ്ങനെ ചാനലിൽ വന്നിരുന്ന് പറഞ്ഞു കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനെ ആകർഷിക്കുക ആള്. അതായത് മനസ്സിലായില്ലേ, അറിയില്ല നമ്മൾ കരമൊക്കെ പോയിട്ട് ആരോടും പറഞ്ഞാൽ പറയും വലിയ കുഴപ്പമായിട്ടോ വർത്താനൊക്കെ ഉള്ളൂ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ലതാന്ന് ഇങ്ങനെ പറയുന്നത്? ഒരു സിനിമയുടെ പ്രൊമോഷന് പറയില്ല ഇഷ്യൂ ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല ഇപ്പൊ ഞാനും ജോണിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇതേപോലെ വരുമ്പോ ഇതേപോലുള്ള വിഷയങ്ങൾ സംസാരം ഉണ്ടാവും. അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് പറഞ്ഞത്. ജോണി ഇതേപോലെ പറയണം. അച്ഛനും കേട്ടാണല്ലോ ഞാനിപ്പോ എല്ലാരും അച്ഛൻ ഞാനൊരു സിനിമ പറയുന്നുണ്ട്, എല്ലാ സിനിമയിലും പോലെ ലാലേട്ടനെ ജെ പണിക്കിനെ പോലെ അത്ര നല്ല തന്നെയൊന്നുമല്ല. ഞാൻ ഒരു സിനിമ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് അച്ഛമേഷങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. നല്ലതുമാണ്, കാരണം അച്ഛൻ എപ്പോഴും ഒരു പ്രാധാന്യം ഉണ്ടാവും. പാച്ച ഞങ്ങളെ അനുഗ്രഹിക്കണം, അല്ല അച്ഛനോട് അറിയിക്കാൻ പറയല്ലേ, നടക്കുക അത് നല്ല ഗുണം ചെയ്യും. ഹീറോയുടെ ചെവിക്കൽ തുറന്ന് കൊടുക്കാനൊക്കെ പറ്റും. അച്ഛനാണ് എന്നൊക്കെ പറയാൻ പറ്റും. അതൊക്കെ വേറെ ഇതിന്റെ കുറെ ഗുണമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ അച്ഛൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗദീഷ് ചേട്ടൻ പിന്നെ കുറച്ചേരം അച്ഛൻ കളി തുടങ്ങി. ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് പോട്ടെ, ഇനി ജഗദീഷ് ചേട്ടനല്ലേ ഉള്ളൂ, വേറെ ഇപ്പൊ ഒരു വണ്ടി നിറച്ച് കുറെ തന്ന പോലെ. ഏതാണെന്നറിയോ, ഒരു പടം ഇറങ്ങില്ലേ പിള്ളേരെ വെച്ച്, ഞാനിത് ഇത്രയും തന്തമാർ എന്തിനാണോ? അപ്പൊ അങ്ങനെ സ്വന്തമാരെ കൂട്ടിമുട്ടിട്ട് ഇപ്പൊ നടക്കാൻ പോല. എങ്കിലും ഒരു ആസ്ഥാനം എന്താന്നുള്ള രീതിയിൽ ആസ്ഥാന തന്തയും വേറെ പേരുണ്ട്. ഇതിനകത്ത് തന്നെന്ന് പറഞ്ഞാൽ പണത്തിന്റെ ഹുങ്കുണ്ട്, വിവരക്കേടുണ്ട്. ഏറ്റവും ആപ്തി ജോണി തന്നെ. വേറെ ആരെയിടും ആ ഒരു ഫിഗർ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു പിന്നെ മൂവ്മെന്റ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് പറയുമ്പോൾ സീരിയസ് ആയിട്ട് പറയട്ടെ, ജോണി ഞാനും കൂടെ ഉള്ള ഒരു സീനുണ്ട്, ഗംഭീര സീനാണ്, അടിപൊളി സീനാണ്, അടിപൊളി സീനാണ്. അത് നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക. അതിനകത്ത് കാരണം വെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണം, ഒരു ഗ്യാപ്പില്ലാതെ ഡയലോഗ് പറയണം. ഇവർക്കെല്ലാം അഭിനയിച്ചാൽ മതി. ഞാനും ജോണിയും കൂടെയാണ് ആ സംഭാഷണം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അങ്ങനെ പോയി അതൊരു വലിയ എന്താ പറയുക ഹ്യൂമറിന്റെ ഒരു പീക്കിലോട്ട് എത്തുകയാണ്. കാരണം അവിടെ മമ്മിയുടെ സാന്നിധ്യമൊക്കെ വരികയാണ്. മമ്മിയുടെ സാന്നിധ്യം വരുമ്പോൾ അത് ജോണിയുടെ ക്യാരക്ടറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ഒരു വലിയ സീൻ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു സീക്വൻസ്. മാത്തമാറ്റിക്സ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര സെറ്റിലായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഇത്ര രൂപ ഇത്ര എടുത്തു ആ കണക്ക് പറയുന്ന ഒരു പോർഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് കണക്ക് എന്നുള്ളതായിരുന്നു നമുക്ക് പുച്ഛമാണ്. സാമുവൽ മാഷ് ആ കണക്കിന്റെ എന്ന് പറഞ്ഞാൽ ഒരു കണക്കിന്റെ കളിയാണ്. ഇത്ര എന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ട ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്താൽ പോലും കണക്ക് തെറ്റാം. പക്ഷെ ഭാഗ്യവശാൽ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ഒരു ഫിഗേഴ്സിന്റെ കളിയുണ്ട്, കണക്കിന്റെ കളിയുണ്ട് ഒരു സീൻ ഞങ്ങൾ തമ്മിലുള്ള. അത് വേറൊരു സീനിലാണ്. നിങ്ങൾ തമ്മിലുള്ള ഞാനൊരു കാര്യം പറയട്ടെ, സീനിൽ തന്നെ
എല്ലാ ഡയലോഗും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇവിടെയും വേണം ഇവിടെ ഇവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അല്ല മൈക്ക് കിട്ടിയാൽ എന്ത് ഞാൻ പിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും മൈക്ക് വെച്ചിട്ടുണ്ട്. എവരോട് ചോദിക്കും. കയറുകയും ചെയ്യാം. അല്ല ഞാൻ നോക്കുമ്പോ ഐശ്വര്യ സാറിപ്പ് ഇങ്ങനെ പൊറോട്ട ഒക്കെ ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അല്ല ഇവരൊക്കെ ഒരു ആശ്വാസം വന്ന പോലെ അത് ഞങ്ങൾക്ക് ഓക്കെയാണ്. അല്ലേ ഇവർ തമ്മിൽ നോക്കിയിട്ടെ സിനിമയിലെ ചോദിച്ചോളൂ, ആവശ്യമുണ്ട്, ചോദിച്ചോളൂ. സിനിമയിലെ ആവശ്യത്തിലുണ്ട്. പറഞ്ഞോളൂ. പക്ഷെ അത് വേറെ ഷർഫ, ഇങ്ങനെ ഇവരൊക്കെ ഒരു സീനിയർ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പറയുന്ന കൂടുതൽ ഇവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടം. അതെ, അതെ, തീർച്ചയായിട്ടും സത്യം, അതെ. സത്യം, സത്യം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ബാക്കി ഇവരിലോട്ട് ജോണി എൻ്റെ അടുത്ത് പറഞ്ഞു, ഏത് ചേട്ടാ നമ്മുടെ സക്സസ് എന്താണെന്ന് അറിയാം. നമ്മുടെ രണ്ടുപേരുടെ നമ്മുടെ സക്സസ് എന്താണെന്ന് അറിയാം. അറിയില്ല ജോണി, നമ്മുടെ പേരിൽ ജെ ഉണ്ട്. ഈ ജെ എന്ന പേരുള്ള സക്സസ് ആണ്, അറിയാം. ഞാൻ എൻ്റെ അടുത്ത് നിരത്തി പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോ ശരിയാണ്. ജെ ഉള്ള വിജയ്, അതിൽ ജെ ഉണ്ട്. അജിത് ജെ ഉണ്ട്. രജനീകാന്ത്, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ ജി ആണ് പോട്ടെ. ബാക്കി ഇങ്ങനെ KJ യേശുദാസ്, ജയചന്ദ്രൻ, അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അല്ലവിടെ ജെ എന്ന് ചോദിച്ചു. കറക്റ്റാ, ഡൊണാൾഡ് ജോൺ ട്രംപ് എന്നാണ്. ജറഫുദ്ദീൻ ഞാനത് നോക്കി ജറഫുദ്ദീൻ and ജയശ്വര്യ. അപ്പൊ ജയ എന്ന് പറഞ്ഞാൽ ആലോചിച്ചപ്പോ കറക്റ്റാണ്. ജയ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ജയ ഉണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജയ ഉണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഒക്കെ ജയ എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. അത് ജോൺ പറഞ്ഞ ജപ്പാനിൽ അങ്ങനെ അതൊന്ന് പറയാനുള്ള വിവരമാണ് അവിടെ നിന്ന് വന്നത്. അവിടെ പൈസ മാത്രമേ ഉള്ളൂ. അതെ, അതെ. അല്ല അത് നമ്മൾ സിനിമയിലേക്കാണ്. അവിടെ വിവരമുള്ളൂ, ഇവിടെ പൈസ മാത്രമുള്ള ഒരു അച്ഛൻ. അതെ അല്ല സിനിമയില് സിനിമയില് ജഗദീഷനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു ദുശ്ശീലങ്ങളും ഇല്ലാത്ത ഒരാളാണ്. സിനിമ പടവെട്ടി പിടിക്കുമെന്നല്ലാതെ വേറൊരു ദുശ്ശീലവും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കും. നമ്മൾ അങ്ങനല്ല EMI അടയ്ക്കണം, മറ്റൊരു മാറിപ്പോയി EMI അടയ്ക്കണമെങ്കിൽ അതിനനുസരിച്ച് കാർ അത്രയും കൂടിയ എനിക്ക് EMI വേണ്ട. എനിക്ക് വാഗണാറുമായിട്ട് ഞാൻ ഓടിച്ചോണ്ട് നടക്കും. EMI അടയ്ക്കേണ്ടി അത്ര കൂടിയ കാർ. ഇതിപ്പോ ഞങ്ങൾ സിനിമയിൽ പറഞ്ഞ പറയണമെന്ന് തോന്നുന്നു. കാമോഷ് അതല്ല ഒറിജിനലായിട്ട് പറയാനല്ലേ. രസമാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇവരൊക്കെ സംസാരിച്ച് കേൾക്കുമ്പോഴേ നമുക്കൊന്നും പറയാനും. അല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഇതൊക്കെ പറഞ്ഞതിനനുസരിച്ച് നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് കല വരുന്നത്. നമ്മുടെ ജോണിയൊക്കെ സത്യസന്ധമായിട്ട് പറയാം, ജോണിയൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ആദ്യം പറഞ്ഞ തമാശയൊക്കെ പണം എന്നൊക്കെ പറഞ്ഞത് ഇന്ന് പണം കിട്ടുന്നുണ്ടെങ്കിൽ ജോണിയുടെ ഹാർഡ് വർക്കാണ്. ജോണി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴേ എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പൊസിഷനിൽ എത്തിയ ഒരാളാണ്. അപ്പൊ ജീവിതം എന്തെന്ന് അറിയാവുന്നവർക്ക് കലയുമായിട്ട് കൂടുതൽ അടുപ്പം കാണും. നമ്മളും ഇന്ന് കാണുന്ന ജോണി എന്ന് പറഞ്ഞാൽ ബിസിയായിട്ടുള്ള ഒരു ആക്ടർ അങ്ങനെയല്ല, ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാനിപ്പോ ജഗദീഷേട്ടനെ വിളിക്കും. എന്നോട് പറയും കോമഡിനോട് ഞാൻ പറയും ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എനിക്കൊന്നും കാസർഗോഡ് കാതർബായിലാണ് ആദ്യമായിട്ട് ജഗദീഷേട്ടനെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മ്യൂസിപ്പൽ പാർട്ട് 2 ആണ്, 92-ലാണ് ആ പടം. അപ്പോൾ അതിനുശേഷം എത്രയോ പടങ്ങൾ പ്രൊഫസർ സാറിനോട് നിൽക്കുന്നവർക്ക് ഒരുപാട് പടങ്ങൾ. എനിക്ക് തോന്നുന്നു ഇത്രയും രാവിലെ 6 മണിക്ക് കൃത്യമായിട്ട് 6 മണി 7 മണി പുള്ളി തന്നെ പ്ലാൻ ചെയ്യും. സ്ക്രിപ്റ്റ് ഫുൾ അറിയാവുന്നതുകൊണ്ട് അസോസിയേറ്റിനെ വിളിച്ചിട്ട് വേണം എന്നെ ഉച്ചയ്ക്ക് ആയിട്ട് അവിടെ വിടാമല്ലോ. അങ്ങനെ വിജിത്തമ്പഴ അവിടെ പോയിട്ട് ഞാൻ കുണിക്കുട്ട കോഴി തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ എന്നിട്ട് ഡയറക്ടറെ വിളിച്ചു തുളസി എടുത്തോളും, നീ എന്നോട് നിസാർ കേൾക്കുന്നു, തുളസിക്ക് അറിയാം അപ്പൊ സാറ് നിന്ന് ഇതാവോ ജഗദീഷ് ആരാന്നറിയോ നിസാർക്ക് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ലേ അസോസിയേറ്റ്. ഞാനൊന്നും പറഞ്ഞില്ല, നിസാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ ഒരു അച്ചടക്കമുള്ള തന്ത്രശാലിയായിരുന്നു ജ്യോതിഷൻ. ആദ്യമായിട്ടാണ് ഹൈദരാലി കേൾക്കുന്നത് അച്ചടക്കമുള്ള തന്ത്രശാലി ജഗദീഷ്. ഹൈദരാലി ഇത് വെച്ച് ക്യാപ്ഷൻ ഉണ്ടാക്കി. അല്ല പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇതുപോലെ സംസാരിക്കാൻ ഈ ജനറേഷനെ പറ്റുള്ളൂ. ഞാനോ അല്ലെങ്കിൽ ഐശ്വര്യമുള്ള ഈ ജനറേഷൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ അവിടുത്തെ ഈഗോ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പിന്നെ ചിലപ്പോൾ 2 മാസത്തേക്ക് മിണ്ടില്ല, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് പിന്നെ സിനിമയെ കൂടെ ചെയ്യില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇവരുടെയൊക്കെ ഈ ഒരു സൗഹൃദമല്ല, അത് ഈ ജനറേഷന് മാത്രം ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നത് പറയാൻ പറ്റും. ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് 1-2 കൊടുത്ത 3-ാമത്തേന് അപ്പോൾ ആ സില്ല് ഇറങ്ങി പോകും. അത് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ ബാല്യ കൗമാരത്തിൽ ജഗദീഷേട്ടൻ അഭിനയം നമ്മൾ കാണുന്നതാണ്. അതായത് എനിക്കതൊരു 83-82 നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. അപ്പോ മറ്റേ
ജയകൃഷ്ണൻ മറ്റേ ഗുസ്തിയുള്ള പടം മുത്താരംകുന്ന് ആ അതിന്റെ കഥ ആ അത് ജയകൃഷ്ണന്റെ. അപ്പൊ ഇങ്ങനെ ഞാൻ പറയാം അന്ന് മുതലേ കാണുന്ന ജയകൃഷ്ണനെ. പിന്നീട് ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പൊ ജയകൃഷ്ണൻ ഒരു ലാലിച്ചായൻ ഉണ്ടാവും. അങ്ങനെ സീനിയർ ആർട്ടിസ്റ്റിനോട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമുണ്ട്. അതെ ഇപ്പൊ മുകേഷ് ചേട്ടൻ ഉണ്ടോ? അയ്യോ എനിക്ക് പിന്നെ സെറ്റിൽ അന്ന് ചിരിയാ. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ജഗദീഷേട്ടൻ, കുട്ടേട്ടൻ ഇങ്ങനെയുള്ളവരോടെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ജൂനിയേഴ്സിന് പക്ഷെ അത്രയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഭയങ്കര ഇതാണ്. ഇപ്പൊ നമുക്ക് മധുസാറായിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിയോ ഒരു സീനെങ്കിലും മധുസാറായിട്ടൊന്ന് ഉണ്ടായിരുന്നെങ്കിലും തോന്നും. അത് ഇവർക്കും ഉണ്ടാവും. ചിലപ്പോൾ ഇവരും ഈ പറഞ്ഞ പോലെ ലാലിച്ചാനൊക്കെ വരുമ്പോൾ രസമല്ലേ? ഒരു ദിവസം പുള്ളി ചേട്ടാ അതേ അറ്റ്മോസ്ഫിയർ ഈ സിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ജഗദീഷേട്ടനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുക. അത് വേറെ ഉണ്ട്. ജോണിയും ഞാനും ഷെറഫും ഐശ്വര്യമായിട്ടുള്ള ആ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമാണ്. കാരണം സീൻ നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. അന്ന് ബ്രേക്ക് പറയാൻ 1 മണി എന്നുള്ളത് ചിലപ്പോൾ 2 മണിയായിട്ടുണ്ട്. നമ്മൾ അറിയില്ല. നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് സീൻ അങ്ങ് ടകടകട നമുക്ക് ബോറടിക്കുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ സീനകത്താണ് ഒരുപാട്. പിന്നെ ഇവര് പിന്നെ ഐശ്വര്യൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വളരെ ഇതായി. പക്ഷെ ഐശ്വര്യൊക്കെ എനിക്ക് തോന്നുന്നു 10-15 പടം ചെയ്തിട്ടുള്ള പോലെ നമ്മളോട് ബിഹേവ് ചെയ്തു. പിന്നെ സർവ്വയുടെ പടം ചെയ്തിട്ടുണ്ട്, നേരത്തെ അറിയാം. അങ്ങനെയുള്ളൊരു ഇതുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വളരെ എനിക്ക് മകനെ പോലെ തന്നെ അല്ലെ മരുമോളെ പോലെ ആ രീതി തന്നെയായിരുന്നു ഞങ്ങൾ മൊത്തത്തിൽ. അതാണ് ശരിക്കും ജീവിക്കായിരുന്നു. അതുപോലെ എന്റെ വൈഫായിട്ട് അഭിനയിച്ചു ഗംഗ, അവരൊക്കെ എല്ലാവരും നന്നായില്ല. അല്ല ഇതിനകത്ത് ഷെറഫൊക്കെ നല്ല പ്രിപ്പറേഷൻ. ഷെറഫും ഐശ്വര്യം ഇപ്പൊ ഞങ്ങളെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ. ഷെറഫും ഐശ്വര്യം ഇതിനകത്ത് നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈസി ക്യാരക്ടേഴ്സ് അല്ല. പടം കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഇങ്ങനെ പറഞ്ഞു. ഓ അതെന്താ അത്ര വലിയ ക്യാരക്ടറാണ്. ഒരു നായകൻ അങ്ങനെയല്ല. അങ്ങനെ ഒരു സുന്ദരകുട്ടപ്പനല്ല ഇതിലെ നായകൻ. ഇതിന് നായകൻ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. അത് ടഫ് റോളാണ്. ഇത് യഥാർത്ഥത്തിൽ വളരെ ടഫ് റോളാണ്. അത് ഹ്യൂമറുണ്ട്. പിന്നെ മാനസികമായിട്ടുള്ള ഒരു നായികയോടുള്ള ഇഷ്ടം, ആ ഇഷ്ടത്തിന് ശേഷം വിവാഹത്തിന് ശേഷം ഒരുപാട് തടസ്സങ്ങൾ, അച്ഛൻ്റെ അടുത്തൊരു നിലപാട്, അമ്മയുടെ അടുത്തൊരു നിലപാട്, ഭാര്യയുടെ അച്ഛനോട് വേറെ നിലപാട്, ഇതൊക്കെ പോയിട്ട് വേറെ മമ്മിയോടൊരു നിലപാട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ. ഐശ്വര്യക്ക് അതേപോലെ തന്നെ അമ്മയോടുള്ള ഇമോഷൻസ്, ഭർത്താവിനോടുള്ള ഇമോഷൻസ്, ഇതിന്റെ നടുവിൽ നിന്ന് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടുന്ന ഒരു ക്യാരക്ടറാണ്. അമ്മയോടുള്ള ഭയങ്കര ഇഷ്ടം. അമ്മ ഒരു ഈ ഹലോ മമ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ട്രെയിലർ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. അമ്മ എന്ന് പറയുന്ന ഒരു സാന്നിധ്യമാണ്, അല്ലെങ്കിൽ സാന്നിധ്യമില്ലായ്മയാണ്. ഈ അമ്മയോടുള്ള ഇമോഷൻസ്, ഭർത്താവിനോടുള്ള ഭർത്താവ് എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഓർണമെന്റൽ ഹീറോയിൻ അല്ല, ഓർണമെന്റൽ ഹീറോ അല്ല. നല്ല കഥാപാത്രങ്ങളാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മാക്സിമം എഫേർട്സ് എടുത്തിട്ടുണ്ട്. അത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും. ഷർബ നമ്മൾ പറഞ്ഞു തന്ന ഒരു കാര്യം, ഇപ്പോൾ ഷർബ അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ജോണി ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞില്ല, ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാൽ ചിലപ്പോൾ 1-2 പറഞ്ഞ് നമ്മൾ മാറിപ്പോവാം. അതിനകത്ത് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പോയിന്റ് ജയദീഷ് ചേട്ടൻ അഭിനയിക്കുന്ന സ്ഥലത്ത് ഈ സിനിമ അടുത്ത സിനിമയ്ക്ക് ഒരു ഡയലോഗൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ കുറ്റമായി പോവാണ്. അല്ല അറിയില്ല, അതൊരു നയമുണ്ട്, പറയേണ്ട നയമുണ്ട്. പിന്നെ നമ്മള് ഉച്ചയ്ക്ക് വിട്ടോ പൊക്കോട്ടെ എന്ന് പറയുമ്പോ പൊക്കോളാൻ പറയാൻ ചങ്കൂറ്റുള്ള ഡയറക്ടർ കൂടെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ പറയുമ്പോൾ ഈ മാസം വിടാൻ പറ്റുന്നില്ല പറയുമ്പോ അതാ വരുന്നത്. നമ്മള് തീരുമാനിക്കണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചോദിക്കുള്ളൂ. ഒരു പുതിയ ഡയറക്ടർ ആണെങ്കിൽ ചിലപ്പോൾ ചോദിക്കില്ല, ഞാൻ നിന്നോളാം ഇല്ല. അല്ല ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞാൽ നമ്മൾ തുടങ്ങി വെച്ചാൽ ഇവർ രണ്ടുപേരുടെ സംസാരം കേട്ട് നമ്മൾ ഏതൊക്കെയോ കാലത്തിലേക്ക് എത്തി അല്ലേ, എത്രയോ ജനറേഷനിലേക്ക് നമ്മൾ എത്തി. പക്ഷെ അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ ഒരു ഭാഗ്യം വലിയ ഭാഗ്യമാണ്. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ആ വേഷം ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് ആ സിനിമയിലേക്ക് ഞാനൊന്ന് കണ്ണടച്ച് ഞാനിങ്ങനെ യാത്ര കണ്ടിട്ടില്ല. ട്രെയിലറിൽ അതിൻ്റെ ഉള്ളിലൂടെ ഞാനൊന്ന് കയറിപ്പോയപ്പോൾ ആ സിനിമയുടെ ഒരു വിജയം കണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ തമ്മിലുള്ള ആ കോംബോ ഒക്കെ? അല്ല ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിലൊരു കോംബോ എന്ന് പറയുമ്പോൾ ഞാനും ഐശ്വര്യം ഒരുമിച്ചാണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഈ കോംബോ കംപ്ലീറ്റ് ആവണമെങ്കിൽ വേറൊരാളും കൂടി ഉണ്ടല്ലോ, അതാണ് മമ്മി. ആ കോംബോ അതാണ് ഈ കോംബോ കംപ്ലീറ്റ് ആവുന്ന അവിടെ വെച്ചിട്ടാണ്. മമ്മി ഇങ്ങനെ വിളിക്കാമായിരുന്നു. കത്തിയൊക്കെ വന്നു.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. പിള്ളേർക്കും ഫാമിലിക്കും ഒക്കെ കാണാൻ പറ്റിയ കുറെ നാൾ കൂടിയിട്ട് ഇങ്ങനെ സിനിമ വന്നിട്ടില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ സിനിമ ചെയ്യാൻ തോന്നിയത്. ഈ സിനിമ ലഭിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. സന്തോഷം. നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെയാണല്ലോ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ആ തമാശകൾ പറയുമ്പോൾ അത് ആ സിനിമയിൽ എന്തുമാത്രം ഉൾക്കൊണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുക. നമ്മൾ ചില ഇന്റർവ്യൂലൊക്കെ വരുമ്പോൾ ഈ സീരിയസ് ആയി മാറുക. അതെ. അതെ, അല്ല ഇതൊരു വ്യത്യസ്തമായി നമുക്ക് തോന്നി. അതെ, ഈ സിനിമയുടെ ഒരു സ്വഭാവത്തിൽ തന്നെ നമുക്ക് ഇന്റർവ്യൂ നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നമ്മൾ കുറെ ആയി കണ്ടിട്ട് ഇപ്പൊ അല്ലേ. നമ്മള് ലാസ്റ്റ് കിങ് ഓഫ് കൊത്തയുടെ അത് കഴിഞ്ഞിട്ട് കുറെ ആയി ഇങ്ങോട്ട് ഒരു വർഷം ഓഗസ്റ്റ് 24 നവംബർ 21 ഒരു വർഷം 2 മാസമായി. എന്താ ഐശ്വര്യ പെട്ടെന്ന് ദൈവമേ കാണാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ പറഞ്ഞോ? മനസ്സിൽ പറഞ്ഞു എത്തിച്ചിട്ടില്ല. ഐശ്വര്യ ഒരു ചെറിയ മണ്ടത്തിനെ മാത്രം പറഞ്ഞു കേട്ടോ. എന്നോട് പറഞ്ഞു ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ജഗദീഷേട്ടാ, ഉച്ചയ്ക്ക് ശേഷമുള്ള ഇന്റർവ്യൂ ടിപ്പു സുൽത്താനുമായിട്ടാണ്. ടിപ്പു സുൽത്താൻ അങ്ങനെ ആരും ഹൈദരാലി സത്യം. നമ്മള് സിറ്റിംഗ് പോകണം. അത് അവർ ഒട്ടക്കി പിരിക്കുക. ഇനി എന്റെ മുമ്പിൽ ഇരിക്കണം. ഞാൻ പറഞ്ഞു ഹൈദരാലി. ഓ സോറി ഹൈദരാലി പക്ഷേ എനിക്ക് ഇത്രയും ജിക്ക് അറിയാവുന്ന ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല അതില്ല. അതൊരിക്കലും ഇല്ലാന്നല്ലേ. ഇച്ചിരി മാറിപ്പോയി. ഞാനിവിടെ ഈ പറ്റുന്നുണ്ട് ഈ ജോണി ചേട്ടന്റെ മൈൻഡ് വോയിസ് പിടിക്കാൻ വേണ്ടി പോവാ. ചിരി വരും. അവസാനം ചിരി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അതാണ് ഇതിലെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു ചോദ്യം വരുന്നത്. ഓ കാണാതിരിക്കട്ടെ ദൈവമേ. ശരിക്കും എനിക്കിട്ടുള്ള കേട്ടോ. പറഞ്ഞു അമ്മയെ കുറിച്ച് മമ്മിയെ കുറിച്ച് ഞാൻ പറയാം. ഇറങ്ങട്ടെ. സെക്കൻഡ് എന്തായാലും അങ്ങനെ അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കറക്റ്റ് ഡേറ്റും കറക്റ്റ് മാസവും ദിവസം വരെ പറഞ്ഞിട്ടാ കിങ്ങോക്കത്തോടെ ഇന്റർവ്യൂ വരെ പറഞ്ഞത്. അപ്പൊ ഓർത്തിരിക്കണം നമ്മൾ തമ്മിൽ എന്നുണ്ട്. അത് മനസ്സിലായോ ജോണിച്ചാൽ? ആ അതിനൊരു തമാശ മറക്കില്ല. ഇല്ല പക്ഷെ ആള് ഇപ്പൊ നല്ല അടുത്തത്. ഓക്കെ, നമുക്ക് സിനിമയിലേക്കൊന്ന് വരാം. ഇപ്പം നേരത്തെ ഷെർഫിൻ്റെ അടുത്ത് നിങ്ങൾ തമ്മിലൊരു കോമ്പോ മാത്രമേ എല്ലാവരും കൂടുമ്പോഴാണ് ആ സിനിമയ്ക്ക് ഒരു വലിപ്പം ഉണ്ടാകുന്നത്, സിനിമയിലുണ്ടാകുന്നത്. എങ്ങനെയാണ് അച്ഛൻ എന്ന നിലയിൽ ഈ സിനിമയിലെ ജഗദീഷ് ചേട്ടൻ? എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടൊരു ഒരു പേഴ്സൺ ആണ്. ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സീൻസിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും. പിന്നെ ബേസിക്കലി സാൻജു റൈറ്റർ, വൈശാഖ് ഞങ്ങളുടെ ഡയറക്ടറാണ്. സർ ഇത്രയും സീനിയർ ആക്ടറായിട്ടും ഇവർ പറയുന്നതെല്ലാം അതേപോലെ കേട്ട് അല്ലെങ്കിൽ സാറിൻ്റെ ഇൻപുട്സ് അവരോട് പറഞ്ഞ് അവർ പറയുന്നത് മാത്രം ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത ഒരു പെർഫോമൻസ് ആണ് ചെയ്തത്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കെട്ടിപ്പിടിക്കും. അപ്പോൾ സാർ ഇങ്ങനെ ഫുൾ മസിലൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കും മതി എന്നുള്ള രീതിയിലൊക്കെ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേഴ്സണാണ്. ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ ഒരു സബ്ജക്ട് കേട്ടത് എനിക്ക് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് എന്നൊരു ഫാമിലി സബ്ജക്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് അങ്ങനെ അടുക്കാൻ തോന്നിയത് എന്താണ്? കഥ രസമുണ്ടായിരുന്നു, കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓൾറെഡി ഷാർഫക്ക ആസ് എ ഹീറോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാരക്ടറും സ്റ്റെഫി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, രസമുള്ള ക്യാരക്ടറായിരിക്കും, എന്നെ ഇങ്ങനെ മലയാളികൾക്ക് ഇങ്ങനെ കണ്ടാൽ ഇഷ്ടമാകുമായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഐശ്വര്യ ഇപ്പോൾ ഞാൻ പറയില്ല, ഒരു വർഷത്തോളം കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ട് പുതിയ സിനിമകൾ തമിഴിലേക്കൊക്കെ പോകുന്നുണ്ട്, തമിഴില് ആക്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് സിനിമകൾ വരാനുണ്ട്. ആ ഒരു ടൈം ആണല്ലോ മലയാളത്തിലേക്ക് വരാനുള്ള താമസം വരുന്നത്. നല്ല കഥകള് ഇവിടുന്ന് വന്നത് ഇപ്പോൾ ഹലോ മമ്മി വന്നപ്പോഴാണ് പിന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥയായിരുന്നു, ഒരുപാട് സന്തോഷത്തോടു കൂടി ചെയ്ത കഥയാണ്. ഈ ഷെർഫുമായിട്ട് എങ്ങനെയാണ്? അടിപൊളിയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി അല്ലല്ല ഷെർഫായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നാല് ഇപ്പൊ നമ്മളെല്ലാവരുമായിട്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
ഇപ്പൊ ഒരു സീൻമേൽ നമ്മളെല്ലാവരും നല്ല ബന്ധമാണ്, റാപ്പോർട്ടുണ്ട്. പക്ഷെ സീനിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ഷറഫിന് തോന്നുന്നത് അതിങ്ങനെയല്ലേ ചെയ്ത നന്നാവുക എന്നുള്ള ഒരു തോന്നൽ ഷറഫിന് തോന്നിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയും ഷറഫ് അതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലായിരിക്കും നന്നാവും. അവസാനം സംവിധായകനും റൈറ്ററും വന്ന് അതിൻ്റെ ഒരു നമുക്ക് യോജിപ്പുള്ള ഒരു മേഖലയിൽ കൊണ്ടെത്തിക്കും എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതിനകത്ത് അഭിപ്രായമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നു, നമ്മൾ സീനിലെ അവരവരുടെ അഭിപ്രായം നമ്മൾ എല്ലാവരും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യം അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും കറക്റ്റ് ഏതാണെന്നുള്ളത് സംവിധായകനും റൈറ്ററും കൂടെ തീരുമാനിക്കുന്നതായിരിക്കും. അത് അങ്ങനെയാണ് സീനുകളൊക്കെ നന്നാവുക. അല്ലാതെ എല്ലാം നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. അൾട്ടിമേറ്റ് ആയിട്ട് സംവിധായകൻ പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവരുടെ റാപ്പോർട്ടൊക്കെ വളരെ നല്ല റാപ്പോർട്ടാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നോ അല്ലെങ്കിൽ ഞാനും ഇവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്നല്ല, അതിങ്ങനെ ചെയ്താൽ നന്നാവില്ലേ എന്ന് ഞാൻ ഷറഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഷറഫിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ല ചേട്ടാ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, ആ കോൺഫിഡൻസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരും, അതായത് ജഗദീഷ് ചേട്ടൻ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഷർഫ്ക്കയുടെ കൂടെയുള്ള സീനായിരുന്നു. അപ്പം ഞാൻ സെറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫ്രണ്ട്സ്, എഡിമാരും ഫ്രണ്ട്സും സാൻജോവും എല്ലാം വന്ന് പറയും, ഇവരുടെ ഒരു സീൻ നമ്മൾ എടുത്തിട്ട് പോയി കണ്ടോ രസം, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് അവരുടെ കെമിസ്ട്രി. ഇവര് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ ചേട്ടനിരിക്കുന്ന, അത് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് കൊള്ളാലോ, ഭയങ്കര കെമിസ്ട്രി ആണല്ലോ. അല്ല, എനിക്ക് അഭിനയിച്ചപ്പോ എനിക്ക് ഷറഫിനെ ഞാൻ കണ്ടിട്ടുള്ള ഒരുമിച്ച് അഭിനയിച്ച റോഷാക്കിലാണ്. റോഷാക്കിലെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് രണ്ടുപേരും അത്യാവശ്യം എന്താ പറയാ ഒരു നന്മയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും അല്ല രണ്ടുപേരും. എൻ്റെ കൂടുതൽ ക്രൂവലാണ് അതിനകത്ത് അഷ്റഫ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അവിടെ വെച്ച് കണ്ട ഷറഫുദ്ദീൻ്റെ ആ പെർഫോമൻസ് അല്ല ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഷെയ്ഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഒരു ടാലൻറ്റഡ് ആക്ടർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കുറേ ഇമോഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പം അതിനകത്ത് ഒരു ഗ്രാഫാണ്, ആ ഗ്രാഫ് തന്നെയാണ് ത്രൂ ഔട്ട് റോഷാക്കിലുള്ള. ആ വെച്ച് പിടിച്ചാൽ മതി. ഇതിലങ്ങനെ പിടിച്ചാൽ പറ്റില്ല. ഇതിന് ഹ്യൂമറുണ്ട്, ഇളകി കളിക്കേണ്ട ഹ്യൂമറുണ്ട്, പേടി പോകുന്നതിൻ്റെ സംഭവങ്ങളുണ്ട്. പേടി അഭിനയിക്കുക എന്നുള്ളത് ഈസി അല്ല. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പേടി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വലിയ പാടുള്ളതാണ്. കാരണം എന്നൊരു വിളിയിൽ ഇവിടെ ഭയമുണ്ട്. ഭയമുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം ഭയമില്ലാത്ത അവസ്ഥയുണ്ട്, ഭയമുള്ള അവസ്ഥയുണ്ട്, പലതും ഉണ്ട്. അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും. ആദ്യം ഭയമില്ലാത്ത വെച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ സിനിമ കണ്ടിട്ടില്ലോ. ഐശ്വര്യയുടെ ഒരു വിളിയുണ്ട്, മമ്മിന്ന് ആ നിന്നൊരു വിളി. മമ്മിയുടെ സാന്നിധ്യം അറിയാവുന്ന ആൾക്കാരാണ് ഷറഫ്, ബോണിയും സ്റ്റെഫിയും ഞാനും. ഇതൊന്നും അറിയാത്ത ആളാണ് ജോണിയുടെ ക്യാരക്ടർ. അതാണ് അതിന്റെ ഹ്യൂമർ. ജോണിക്ക് അറിയില്ല ഈ മമ്മി, ഹലോ മമ്മി എന്നുള്ളതൊന്നും ജോണിക്ക് അറിയില്ല. ജോണിക്ക് മമ്മി ഉണ്ടെന്നേ അറിയില്ല. അപ്പൊ അതാണ് നമുക്ക് എളുപ്പമാണ് അഭിനയിക്കാൻ. മമ്മി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അഭിനയിച്ചാൽ മതി. ഇത് മമ്മി എന്നുള്ള ഒരാളെ കാണാതെ ജോണിക്ക് അഭിനയിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണല്ലോ അല്ലേ? ഇത് പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനി വരുമ്പോൾ ഇപ്പം ഷറഫ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ്. പുതിയ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് കൈ കൊടുക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കും, ഒരു സബ്ജക്റ്റ് കിട്ടിയാലും ഒന്ന് ആലോചിക്കേണ്ടായി വരാറുണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും നോക്കുമ്പോൾ പുതിയ പ്രൊഡക്ഷൻ കമ്പനീസിൻ്റെ കൂടെയാണ് ഞാൻ കൂടുതലും ലീഡ് റോൾസിലൊക്കെ അസോസിയേറ്റ് ചെയ്തപ്പോൾ കൂടുതലും പ്രൊഡക്ഷൻ കമ്പനീസ് എല്ലാം കമ്പാരിറ്റീവ്ലി ന്യൂ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ പല സിനിമകളും പുതിയ ആൾക്കാരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇതിൽ ജോമിൻ മാത്യുവും ഐബിനും രാഹുലൊക്കെ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നവരാണ്. ജോമിൻ എഡിറ്ററാണ്, രാഹുൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറാണ്, ഐബിനും സിനിമയുടെ ഇതിലുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നിന്ന. അപ്പോൾ ഇവരെല്ലാം വിശ്വസിച്ച് വരുന്ന ഒരു സിനിമ കൂടിയാണത്. അതുകൂടി നമ്മൾ അതിലേക്ക് എന്താ പറയുക, നമ്മളത് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നതിന് ഒരു കോൺഫിഡൻസ്. ഇപ്പോൾ ഡയറക്ടർ വൈശാഖിനെ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല, പക്ഷേ സാൻജോനെ എനിക്കറിയാം. സാൻജോ ഞാൻ 2 കഥ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഒരു ടീം വന്ന് നിൽക്കുന്നു, ആ ടീമിൻ്റെ സ്പിരിറ്റ്, പിന്നെ നല്ല രസമുള്ള കഥ. ഇതിലെല്ലാം ചാൻസ് എടുക്കുക എന്നുള്ള അല്ലാത്ത ഒരു പരിപാടി നമ്മൾ ചിന്തിക്കേണ്ട കേസില്ല. വേറെ ഒന്നും ആലോചിക്കേണ്ട കാര്യം കൂടെ ഇല്ല അല്ലേ? ചെയ്തു വെച്ച സിനിമകൾ പല രീതിക്കുള്ള സിനിമകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്. ഷറഫിനെ സംബന്ധിച്ച് ഷറഫ് കുറേ സിനിമകൾ ചെയ്തു, എപ്പോഴും വേണ്ടായിരുന്നു എനിക്കത് എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയില്ല, എല്ലാം കരിയറിനെല്ലാം ഗുണം ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതി. ഇവിടെ നോക്കുമ്പോൾ ഉള്ള പോലെ അല്ലായിരിക്കും വേറെ സ്ഥലത്ത് നോക്കുമ്പോൾ. അത് അത്രയുള്ള ആ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നതായിരിക്കില്ല, നാളെ തോന്നുന്നു. ആ മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഹാപ്പി അല്ലേ ഇപ്പം? സിനിമ പ്രൊഡ്യൂസർ ഹാപ്പി ആവണമെങ്കിൽ സിനിമ ഇറങ്ങണം, ബാക്കി പണികളൊക്കെ തീർത്തിരിക്കുകയാണ്. ചേട്ടാ, പ്രൊഡ്യൂസറിന്റെ ഒരു കുപ്പായം കൂടെ അണിഞ്ഞിട്ടുണ്ടല്ലോ ഷറഫ്. തീർച്ചയായിട്ടും അത് അത്യാവശ്യം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള പരിപാടിയാണ്. MG കാണാതെ പിടിക്കില്ല, ഉറപ്പാണ്. എല്ലാം കണ്ട് സിനിമ കണ്ട് വളർന്നു വന്നാണല്ലോ. സിനിമയ്ക്കുള്ളിൽ അഭിനയവും എല്ലാം കണ്ടു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഞാനും ജോണി എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യില്ല.
ഉറപ്പിച്ചോ? ജോണി പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇതേട്ടാ അല്ല ഞാനിപ്പോ സർവ് ഈ മറ്റേ ഇതിനകത്ത് നമ്മളെ വിളിച്ചതാ അതിന്റെ പെണ്ണെന്ന് വെച്ചാല് പുള്ളി തന്നെ മനസ്സോണ്ട് ചോദിച്ചു എന്റെ കൈ കൊണ്ട് ഞാൻ കഞ്ചു തേൻ കൊടുത്തു വേറെ വല്ലൊരു വേണം കൊടുത്തോട്ടെ ഏതാ അത്ര സൂക്ഷിച്ച് പറഞ്ഞ ആളാണ്. എന്റെ ആ പടം വിളിക്കാത്ത തന്നെയാ. അതെ, അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് കൂട്ടേട്ടൻ കൂട്ടുകാരനുണ്ട്. അല്ല കൂട്ടേട്ടനോട് പറയായിരുന്നു നല്ല ദിവസമായിട്ട് പോകുന്നുണ്ട് പരിപാടി. എനിക്ക് തോന്നുന്നു നന്നായിട്ട് സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ട്. അതെ, സ്ലാപ്സ്റ്റിക് ചെറിയ സ്ലാപ്സ്റ്റിക്കും പരിപാടിയുണ്ട്. എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്. ഒരു ആഗ്രഹമുള്ള സിനിമ അതങ്ങനെ ചെയ്തു നോക്കാം എന്നാണ് വിചാരിച്ചേക്കുന്നത്. പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്ലാനൊക്കെ അവസാനം പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അത് ആദ്യം പോലെ അത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഒരു പോയിന്റിൽ എൻ്റെ കൂട്ടുകാരനാണ് ഡയറക്ടർ. അല്ല അങ്ങനെ ഒരു ഇറങ്ങിയോണ്ടാണ് അത് വേറെ ആളാണ് ചിലപ്പോ ഒരു ഹീറോ വിചാരിച്ചാലേ ഇപ്പൊ സി ഡി മൂസ എന്ന സിനിമ അത് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചോണ്ട് അല്ലെ ഞാൻ പുതിയ സംവിധായകൻ ഞാൻ ഇത്രയും കോസ്റ്റ് ആകുന്ന ഒരു പ്രൊജക്ട് ഒരിക്കലും ഒരു പ്രൊഡക്ഷൻ കമ്പനി വരില്ല. ഇത് സർവിൽ അതിനകത്തൊരു സാധനം സർവ് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ആരോടും പറയണ്ടല്ലോ എന്റെ കാശ് ഞാൻ എടുക്കുന്നു. അല്ല അങ്ങനെ സിനിമകൾ ഉണ്ടാവുന്നു, സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മലയാളം സിനിമയിൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അല്ല അത് ചില സിനിമ നമ്മുടെ അത് നല്ല കാര്യമാണ്. ചിലപ്പോൾ നല്ല പ്രോമിസിംഗ് ആയിട്ട് ഡയറക്ടർ ആയിരിക്കും, ചിലപ്പം ഡിറ്റക്റ്റീവ് ഒരു സംഭവം അല്ലെ അവിടെ ഇരിക്കും, അവന്റെ ചിന്ത അവിടെ ഇരിക്കും, സബ്ജക്ട് അവിടെ ഇരിക്കും, നടക്കുകയും അവിടെ ഇരുന്ന് പോവുള്ളൂ. ആ ധീരതയാണ്. ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്തേക്കാം നമുക്ക് അല്ലേ? പടം ഇറങ്ങുമ്പോൾ തന്നാൽ പടം ഇറങ്ങുമ്പോൾ തന്നെ അന്നും ഉണ്ടാവില്ല അല്ലേ? അന്നും വരുമല്ലോ അല്ലേ? അന്നും ഉണ്ടാവും. അന്നും ഉണ്ടാവും. ജഗദീഷയുടെ ഈ ഫാമിലി സബ്ജക്റ്റുകൾ ഒത്തിരി വന്നു പോകുന്ന കാലഘട്ടം. ഇപ്പോൾ കുറേ ഫാമിലി സബ്ജക്റ്റുകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവേ ഞാൻ കാണുന്ന സിനിമകൾ ഫാമിലി സബ്ജക്റ്റുകൾ കുറവാണ്. ഇതൊരു പക്ക ഒരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് എനിക്ക്. അല്ല, ഇതിപ്പോ ഫാമിലി സബ്ജക്ട്സിനെ ഇപ്പൊ യൂത്ത് ഒക്കെ പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കളിയാക്കാറുണ്ടല്ലോ. അങ്ങനെ ടിപ്പിക്കൽ എന്താ പറയാ ഫീൽ ഗുഡ് സിനിമ, അതിന് വലിയ കാര്യമില്ല, അതിന്റെ കാലമല്ല എന്ന് പറഞ്ഞ് യൂത്തിനൊക്കെ ഒരു വിയോജിപ്പുണ്ട് ഫാമിലി പടങ്ങളോട്. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു ഫാമിലി പടമല്ല. ഇതിനകത്ത് ത്രില്ലുണ്ട്, യൂത്തിന് പിടിക്കുന്ന, ഇവരുടെ റൊമാൻസ് യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്നതാണ്. യൂത്തിന്റെ സ്റ്റേജ് കഴിഞ്ഞിട്ട് വിവാഹപ്രായത്തിലോട്ട് എത്തുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇവരുടെ ദാമ്പത്യം എന്ന് പറയുന്നത്. അതില് അച്ഛൻ്റെ ഇൻഫ്ലുവൻസ്, അമ്മയുടെ ഇൻഫ്ലുവൻസ്, അതൊക്കെ ഇവരെ എങ്ങനെ സഹായിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ള ഒരു തീമുണ്ട്. പിന്നെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ? തീർച്ചയായിട്ടും. അത് യൂത്തിന്, കൊച്ചുകുട്ടികൾക്ക്, ഏത് പ്രായത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഹ്യൂമർ ഇതിനകത്ത് കുറെ ഉണ്ട്. പിന്നെ പുതിയ തരത്തിലുള്ള ഒരു ഹൊറർ എലിമെന്റ് ഉണ്ട്. നമ്മൾ മണിച്ചിത്രത്താഴ്, ഭാർഗവി നിലയം, അല്ലെങ്കിൽ ആകാശഗംഗ, എത്രയോ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ കണ്ടിട്ടുള്ള ഹ്യൂമർ ഹൊറർ അല്ല. അത് ഹൊറർ പ്ലസ് ഹ്യൂമർ ഒരു കോമ്പിനേഷനാണ് ഈ ആകാശഗംഗ എന്നൊക്കെ പറയുന്നത്, അല്ലെ മണിച്ചിത്രത്താഴ്. ഇതിനകത്തുള്ള ഒരു ഹൊറർ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ആ സ്പിരിറ്റിനെ വെള്ളസാരി എടുത്തോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറായിട്ടോ ഒന്നും സാന്നിധ്യം നമുക്ക് ഇല്ല. നമുക്ക് അറിയാൻ പറ്റുന്ന ഈ ഫീലിംഗ് അതേപോലെ പ്രേക്ഷകർക്ക് അറിയാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. അല്ല, അങ്ങനെയുള്ള സിനിമകളിൽ ഒരു വിജയം വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പണ്ട് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ട്, വെള്ള സാരി ഉടുത്തിയാൽ യക്ഷി വരുള്ളൂ എന്ന്. അതൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ വേണ്ടി വന്ന സീനുകളൊക്കെ ആണല്ലോ, കുറേ ദിവസങ്ങൾ ഷൂട്ട്. എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. ഇവർ രണ്ട് അച്ഛന്മാരാണ് ഇടവും പോലെ നിന്നിരിക്കുന്നത്, രണ്ട് വെറൈറ്റി അച്ഛന്മാരാണ്. അവിടെ ഉണ്ട് ഒരു അനുഭവം എന്തായിരിക്കും പറയാം, രസകരമായ അനുഭവം? അല്ല, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ കാണുമല്ലോ. എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ജഗദീഷേട്ടൻ്റെ കൂടെയായിരുന്നു. എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. ആൻഡ് നമ്മുടെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്ന സമയത്ത് സർ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. പുള്ളി അവിടെ തന്നെ കിടന്നുറങ്ങി ഷോർട്ടിന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ചാടി എണീറ്റ് വന്ന് 48 മണിക്കൂർ നമ്മൾ വളരെ കുറച്ച് ബ്രേക്ക് മാത്രം എടുത്തിട്ടൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ 23 മണിക്കൂറൊക്കെ പോയിട്ടുള്ള സമയമുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. പിന്നെ ജോണി ചേട്ടൻ എപ്പോൾ സെറ്റിൽ വന്നാലും പെട്ടെന്ന് ഒരു ഭയങ്കര എനർജിയാണ് സെറ്റിന്. ഞങ്ങൾക്ക് 1-2 സീനിൽ മാത്രമേ ഉള്ളൂ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയത്. അതെനിക്ക് ജോൺ ചേട്ടൻ്റെ എനർജി ഭയങ്കര രസമാണ്. പിന്നെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു കോമഡി ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് കാണാനും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഡയറക്ടറാണ്, എന്നിട്ടും വേറെ ആരുടെയും ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ആവശ്യം വന്നാൽ പ്രയോഗിച്ചാൽ മതിയല്ലോ. അതെ, മറന്നുപോയൊക്കെ അവനെ മാത്രമേ ഉള്ളൂ.
അങ്ങനൊന്നുമില്ല, ഞാനൊക്കെ പൊക്കോട്ടെ. എങ്ങനെയും സൈഡിൽ കൂടെ പൊക്കോട്ടെന്ന്. അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ജോണി ചേട്ടൻ്റെ ഒരു സംവിധാനം കാണാം. ജോണി ചേട്ടൻ സന്തോഷമുള്ളപ്പോൾ അടുത്ത സിനിമ സംവിധാനം ചെയ്യില്ല. അതെ, അല്ല അത് നല്ലതാണ് ജോണിച്ചൻ. എന്തായാലും ഐശ്വര്യ ഹാപ്പിയായിരുന്നു ആ ചോദ്യം തീർക്ക്. അല്ല അതല്ല ഇടയ്ക്ക് കേരളമുണ്ട്. ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനും. അവരുടെ പ്രസൻസിൽ നിൽക്കാൻ തന്നെ അടിപൊളിയാണ്. ഈ ഭാര്യ ഭർത്താക്കന്മാർ ഉള്ള സീനുകളാണോ നിങ്ങൾ തമ്മിൽ? ഒരു ഭാര്യയും ഭർത്താവും എന്ന നിലയ്ക്ക് ഈ സബ്ജക്റ്റുമാണ്. ഇത്തരം വേറെ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലെ? ഇത്ര വേറെ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ സിനിമയിലെ ജീവിതം, അതിലേറ്റവും ഐശ്വര്യക്ക് ഇഷ്ടപ്പെട്ട ഒരു മുഹൂർത്തം ഉണ്ടാവും അല്ലേ? നമ്മുടെ ഒരു ഫൈറ്റ് സീക്വൻസ്, അതായത് നമ്മുടെ വെർബൽ ഫൈറ്റ് വരുന്ന ഒരു സീനുണ്ട്. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആ സീന് ഷൂട്ട് ചെയ്യാനും ഭയങ്കര രസമായിരുന്നു. അതിലേക്ക് നമ്മൾ ഒന്ന്, അതായത് സീനിന് മുന്നേയുള്ള ഞങ്ങളുടെ റിഹേഴ്സൽസും അത് അവസാനം അത് ഒരു ടേക്ക് ഓക്കെ എന്ന് പറയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ ഒരുമിച്ച് അത് കൊളാബറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത് അത് അടിപൊളിയായി എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു സംഭവമാണല്ലോ. ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് തന്നെയായിരിക്കും അല്ലേ ഇവിടെയും ഏറ്റവും കൂടുതൽ? അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സീനുകളായിരുന്നു. പിന്നെ എനിക്ക് അല്ലാതെയും ഇങ്ങനെ ഈ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിട്ട് അഭിനയിക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്കൊരു പഴയ സോങ് ഒക്കെ ഇതിനകത്ത് ട്രെയിലറിൽ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മള് അതൊക്കെ മിനിമം പോർഷൻ സിനിമയിൽ വരുള്ളൂ. അല്ല ഞാൻ ഓർമ്മ, പക്ഷെ നമുക്ക് എല്ലാം അതിനകത്ത് ഒന്ന് ഇതിലെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനിയിപ്പോ ഈ സിനിമ കണ്ടാൽ മതി. നവംബർ 21 വേണ്ടി കാത്തിരിക്കുന്ന നിലയിലേക്കാണ് ട്രെയിലർ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നല്ലൊരു ഫാമിലി എന്റർടൈനർ ഉറപ്പിച്ച് പറയുന്നു. നല്ല ഹ്യൂമർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ്: വെർബൽ, സ്ലാസ്റ്റിക്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം എല്ലാം സിറ്റുവേഷൻ ഇല്ല. പിന്നെ ജോണിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. സാറിന് ഇതേപോലുള്ള പ്രൊമോഷൻ ഇന്റർവ്യൂ ഒരു 30 മിനിറ്റ് ആണ് കൊടുക്കാറുള്ളത്. 30 മിനിറ്റ് ആയാൽ പുള്ളി നിർത്തും. ആയോ? ആയോ? ഏതൊക്കെ വന്നു അല്ല പ്ലാൻ ചെയ്താലോ. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ വൈൻഡപ്പിലേക്ക് അത് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, കൈയും കാലൊക്കെ കാണിച്ചു തുടങ്ങി. പക്ഷെ ഇതൊരു സമയം പോയതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള സംസാരം കേട്ട് ഞങ്ങൾ ഇരുന്ന് പോയി. അതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞത്. രസകരമായ ഒരു സംസാര രീതി, നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ രണ്ടുപേരുമായിട്ട് നമുക്ക് മണിക്കൂറോളം പോകണ അറിയില്ല. എന്തായാലും ഞാൻ വേറെ പറഞ്ഞല്ലോ, എന്തൊക്കെ പറഞ്ഞാലും ഹൈദരാലി ഒരു എനർജിയാണ്. അല്ല, ഞാൻ ഹൈദരാലിയെ പോലെ ഹൈദരാലി മാത്രമേ ഉള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലോ. അതെ, അല്ല അത് ഞാൻ ഇപ്പൊ എല്ലാവരും പറയുമ്പോഴും ഹൈദരാലി ചില കാര്യങ്ങൾ ചോദിക്കുന്ന വളരെ നല്ല ചോദ്യം. എത്രയൊക്കെ കഴിക്കാം ശ്രദ്ധിച്ച് കേൾക്കുന്ന പക്ഷെ ഞാൻ ഒന്നും ചോദിച്ചില്ല. സംസാരിക്കുന്നത് കേൾക്കാനായിരുന്നു നമ്മുടെ താല്പര്യം. എന്തായാലും ഹലോ മമ്മി എന്ന സിനിമ സൂപ്പർ സിനിമയാകട്ടെ. സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായം, സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. സിനിമയാണ്, അഭിനയിച്ചവരാണ്, അവരെ വ്യക്തിഹത്യ ചെയ്യാതെ നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം എഴുതുക. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.